ഇന്ത്യയുടെ പടക്കുതിര വരികയാണ്. വലിയ ഒരു കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കാനായി പോകുന്നത്. ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാന നിമിഷം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഓരോ ഭാരതീയനും ഓരോ രാജ്യസ്നേഹിയും അക്ഷമയോടെ കാത്തിരുന്ന ഇന്ത്യയുടെ അഭിമാന പദ്ധതി കുതിച്ചുയരാൻ പോവുകയാണ്. അതെ, ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA പദ്ധതി 2028 അവസാനത്തോടെ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. UNI റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ചെയർമാനായ സമീർ വി കാമത്താണ് ഈ വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. AMCA ജെറ്റിന്റെ ആദ്യ പറക്കൽ 2029 തുടക്കത്തിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ തേജസ് MK2 ആദ്യ പറക്കൽ ഈ വർഷം ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് ആ അഭിമാനകരമായ പ്രഖ്യാപനം. ഇക്കാര്യത്തിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്തെന്നാൽ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നമ്മുടെ വ്യോമസേനയോട് പറഞ്ഞ സമയം കൃത്യമായി പാലിച്ചു എന്നതാണ്. നമ്മുടെ തേജസ് MK2 തേജസ് MK1 ഒട്ടനവധി നൂതന സംവിധാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് രാജ്യത്തിന് കാവലാളായി കടന്നു വരാൻ പോകുന്നത്. മെച്ചപ്പെട്ട സ്റ്റെൽത്ത് കഴിവുകൾ, മികച്ച ഏവിയോണിക്സ്, മൾട്ടി റോൾ വൈദഗ്ധ്യം തുടങ്ങിയ നൂതന സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നവീകരണം കൂടുതൽ റേഞ്ച്, പേലോഡ് ശേഷി, അത്യാധുനിക ആയുധ സംവിധാനങ്ങളുടെ സംയോജനം എന്നിവ സാധ്യമാക്കും. 4.5th ജെൻ യുദ്ധവിമാനമാണ് തേജസ് MK2. ഇവയുടെ പ്രോട്ടോടൈപ്പ് നിലവിൽ നിർമ്മാണ ഘട്ടത്തിലാണ്. റഡാർ, സെൻസറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ എന്നീ ഘടകങ്ങൾ നല്ല കിടിലൻ രീതിയിൽ മെച്ചപ്പെടുത്തിയതായിരിക്കും നമ്മുടെ തേജസ് MK2 എന്ന യുദ്ധവിമാന ഭീമനിൽ കോർത്തിണക്കി ഇറക്കുക. 4.5th ജെൻ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ് MK2 എങ്കിൽ 5th ജെൻ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് നമ്മുടെ AMCA ജെറ്റ്. ഈ AMCA ജെറ്റ് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലെ തദ്ദേശീയമായ വികസനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിലേക്കുള്ള മുന്നേറ്റത്തെയും കുറിച്ചാണ്. അതുപോലെ തന്നെ 2028 അവസാനത്തോടെ ഇവയുടെ കടന്നുവരവ് ലോക ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മുടെ രാജ്യത്തിനകത്ത് സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിടിലൻ ജെറ്റ് വിമാനങ്ങൾക്ക് അത്യാധുനിക സംവിധാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു മാസ് എൻട്രി ഒരുക്കുന്നത്. റഡാർ അബ്സോർബൻ മെറ്റീരിയലുകൾ, കുറഞ്ഞ നിരീക്ഷണ ഡിസൈൻ തുടങ്ങിയ സ്റ്റെൽത്ത് സവിശേഷതകൾ ഇവയുടെ എടുത്തു പറയാവുന്ന സവിശേഷതകളാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലമാണല്ലോ. നമ്മുടെ AMCA ജെറ്റിലുമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം. AI നിയന്ത്രിത ഏവിയോണിക്സും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ സംയോജനവും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ അഭിമാന പദ്ധതി ഇന്ത്യൻ മണ്ണിൽ നിന്നും പറന്നുയരാൻ പോകുന്നത്. AMCA ജെറ്റുകൾ വരുന്നതോടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ട്രൈക്ക് കഴിവുകളെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് 25 25 വർഷത്തെ അനുസ്മരിക്കുന്ന തേജസ് 25 സെമിനാർ ചടങ്ങിലാണ് ഞാൻ മേൽപ്പറഞ്ഞ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടന്നത്. ഇത് തേജസ് MK2 അതുപോലെ തന്നെ AMCAയ്ക്കും വേണ്ടിയുള്ള മെച്ചപ്പെടുത്തലുകൾക്കുള്ള ചർച്ചാ വേദിയായി കൂടി മാറി എന്നതാണ്. ഇവിടെ ശാസ്ത്രജ്ഞരും പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ വ്യവസായ പ്രമുഖരും ഒത്തുകൂടിയായിരുന്നു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. AMCAയുടെ വേരിയബിൾ സൈക്കിൾ എഞ്ചിനായി അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും കാണുന്നുണ്ട്. അതേസമയം തേജസ് MK2 GEF 404 എഞ്ചിനെ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്.